ഹായ് എവരിവൺ, നിങ്ങളെല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട പപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഇത് തയ്യാറാക്കി നോക്കിയത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പപ്സ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം. അത്രയും ടൈറ്റ് ആവരുത്. ടൈറ്റായാൽ നമ്മുടെ പപ്സ് ശരിയാകത്തില്ല. അപ്പം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേ നേരം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് വരിക. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് സിലിണ്ടർ ഷേപ്പിലേക്ക് ഉരുട്ടി മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുതുമല്ല, തീരെ ചെറുതുമല്ല. ആ രീതിയിൽ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ബോൾസ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം ഒന്ന് ഡിപ്പ് ചെയ്യുക. 2 സൈഡും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതായത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് ആ ഓയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എല്ലാം അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സവോളയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കുകയാണ്. നന്നായിട്ട് വരണ്ട് വരണം. അപ്പോൾ നന്നായിട്ട് വരണ്ട് വരുമ്പോഴത്തേക്ക് ഒരുപാടങ്ങ് ഇതായി പോവണ്ട, ഈ ഒരു പരുവം മതി. അപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ മണം ഒന്ന് മാറുന്നവരെ ഇളക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണവും ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ശകലം ഗരം മസാല 1/4 ടീസ്പൂണേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ആ ഉള്ളിയെല്ലാം സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് റെഡിയാക്കി തുടങ്ങാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ നേരം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഞാൻ കൈവച്ച് തന്നെയാണ് ഇത് പരത്തുന്നത്. നമ്മുടെ കൈ ഉപയോഗിച്ചാൽ മാത്രമേ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് വലിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ നല്ല കനമില്ലാതെ നല്ല രീതിയിൽ ഇതുപോലെ വലിച്ച് നീട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ 4ആയിട്ട് മടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്നും 4ആയിട്ട് മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഓയിൽ മുക്കി വെച്ചിട്ടുണ്ട്. അധികം ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇപ്പോൾ ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഞാൻ വീണ്ടും ഈ ഒരു രീതിയിലും ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ 2-3 തവണ മടക്കി എടുക്കണം. എന്നിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നൂത്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതും ജസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇതാക്കിയ ശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കുറച്ച് ലെയേഴ്സായിട്ട് വരിക. വീണ്ടും ഞാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുവാണ്. 4ആയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഷേപ്പ്, അതായത് പപ്സിൻ്റെ ആ ഷീറ്റിൻ്റെ ഷേപ്പ് അതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വന്നൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഗ്രേവി വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പപ്സിൽ നല്ല ഗ്രേവി കാണത്തില്ലേ, അതുകൊണ്ട് കുറച്ച് ഗ്രേവി വെക്കുക. എന്നിട്ട് മുട്ടയുടെ പകുതി ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. മുട്ടയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മടക്കിയെടുക്കാം. 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുത്ത്
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അടുത്തതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളുടെ ഒരു പാത്രത്തിൽ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഈ പപ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് പപ്സ് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് ഒരുപാട് വലുതാവരുത്. അവസാനം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഈ പഫ് ഷീറ്റ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പപ്സിൻ്റെ പുറത്തെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം നമ്മളൊരു പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് മുന്നേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് പ്രീഹീറ്റ് ചെയ്യാനിട്ടിരുന്നത്. അതിൻ്റെ ഹോൾസൊക്കെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് നമ്മളൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 1.25 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇത് കുക്കായി കിട്ടാനായിട്ട്. കുക്കിംഗ് ടൈം അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മളുടെ ഇതിൻ്റെ അടി സെറ്റായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വേഗത്തിൽ കുക്കായി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പപ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സാണ്, ക്രിസ്പിയാണ്, അകത്തെ ഗ്രേവിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ലെയേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ലെയേഴ്സൊന്നും ഇല്ല, അത്യാവശ്യം കുറച്ച് ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ക്രിസ്പിയാണ്, ഇതുപോലെ നല്ല പൊടിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തലേദിവസം ഞാനിങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ഒരേ രീതിയിൽ വെച്ച് കുക്ക് ചെയ്തപ്പോൾ അടിവശം അങ്ങ് നന്നായി വന്നില്ല, കുറച്ചൊക്കെ കരിഞ്ഞു പോയി. അത് ഞാനിവിടെ കാണിക്കാം. പക്ഷേ ക്രിസ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.